we are discussing about the sexuality in organisms. നമ്മൾ ഓൾറെഡി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്രം ടു ഡിഫറെന്റ് ഇൻഡിവിജ്വൽ. ബട്ട് ദിസ് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ because some of the bisexual plants shows self-fertilization. So we can discuss about the sexuality in organisms. First we are discussing about the sexuality in flowering plants. There are two types of flowering plants based on their sexuality. One is called bisexual, another one is called unisexual. What do you mean by bisexual? Bisexual means that particular plant or flower contain both male and female reproductive organ. Male reproductive organum female reproductive organum ഒറ്റൊരു പ്ലാന്റിലോ അല്ലെങ്കിൽ ഒറ്റൊരു ഫ്ലവറിലോ ആണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം പ്ലാന്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ബൈസെക്ഷൽ ഫ്ലവർ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയും മൊണീഷ്യസ്. ആനിമൽസിലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ്. അല്ലെങ്കിൽ വേറൊരു പേര് പറയും ഹോമോതാലിക്. എന്താണ്? ബൈസെക്ഷൽ, മൊണീഷ്യസ്, ഹെർമാഫ്രോഡൈറ്റ് ഓർ ഹോമോതാലിക്. ഹോമോതാലിക്, ബൈസെക്ഷൽ, മൊണീഷ്യസ്, ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഒറ്റൊരു ഇൻഡിവിജ്വലിലാണ് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോതാലിക് ഓർ ബൈസെക്ഷൽ ഓർ മൊണീഷ്യസ് ഓർ ഹെർമാഫ്രോഡൈറ്റ്. എക്സാമ്പിൾ ആയിട്ട് ബൈസെക്ഷൽ ഫ്ലവറുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാ? ഹിബിസ്കസ്, റോസ്, മാംഗോ. ഇതൊക്കെ ബൈസെക്ഷൽ ഫ്ലവറുകളാണ് അല്ലെങ്കിൽ മൊണീഷ്യസ് ഫ്ലവറുകളാണ്, മൊണീഷ്യസ് പ്ലാന്റുകളാണ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുമ്പോൾ ആനിമൽസിലെ സെക്ഷുവാലിറ്റിക്കാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്, ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. ഒരു സെയിം ഇൻഡിവിജ്വൽസ് തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവിനെയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെയും കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് എർത്ത് വേം, അതൊക്കെ ഹെർമാഫ്രോഡൈറ്റുകളാണ്. ലീച്ച്, എർത്ത് വേം ഒക്കെ എന്താണ്? ഹെർമാഫ്രോഡൈറ്റുകൾക്ക് എക്സാമ്പിളുകളാണ്. The next one is unisexual flower. Unisexual flower means male reproductive organ found in male plant or male flower, female reproductive organ found in female plant or female flower. അതായത് മെയിലും ഫീമെയിലും ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകൾ കാണുന്നത് മെയിൽ പ്ലാന്റിലും ഫീമെയിൽ പ്ലാന്റിലും. ഒറ്റ ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യത്തില്ല. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിൽ മെയിലും ഫീമെയിലും ഓർഗൻസുകൾ വന്നാൽ മെയിൽ ഓർഗനിൽ, മെയിൽ സെക്സ് ഓർഗനിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് കാണുകയും ഫീമെയിൽ ഓർഗാനിസത്തിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണുകയും ചെയ്താൽ that type of plant or organism is said to be unisexual organism, or we can call dioecious, or we can call heterothalic. Unisexual, dioecious or heterothalic. ഇത് ഫ്ലവറിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ മൊണീഷ്യസ്, ഡയോഷ്യസ് എന്ന് പറയുന്നത്. മൊണീഷ്യസ് എന്ന് പറഞ്ഞാല് മെയിൽ ഫീമെയിൽ സെയിം ഫ്ലവറിൽ കണ്ടാൽ മൊണീഷ്യസ് എന്ന് പറയും. ഡയോഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഡിഫറെന്റ് പ്ലാന്റുകളിലാണ് കാണുന്നതെങ്കിൽ ഡയോഷ്യസ് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഓർ ഹെട്രോതാലിക് എന്ന് പറയും. ഇനി ഈ യൂണിസെക്ഷൽ ഓർഗാനിസം നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണപ്പെടുന്ന മെയിൽ പ്ലാന്റിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണപ്പെടുന്നത് ഫീമെയിൽ പ്ലാന്റിലുമാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് പുതിയ ടേംസുകൾ പഠിക്കുന്നുണ്ട്. വൺ ഈസ് കോൾഡ് സ്റ്റാമിനേറ്റ് flower, another one is called a pistillate flower. നമുക്കറിയാം ഫ്ലവറിംഗ് പ്ലാന്റ്സുകളാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻസിൽ ഇൻവോൾവ് ആകുന്നത് അല്ലെ. ഫ്ലവർ ഈസ് ദ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഓൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ സ്റ്റാമിനേറ്റ് എന്ന് പറഞ്ഞാല് ആ പർട്ടിക്കുലർ പ്ലാന്റിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്? സ്റ്റേമൻ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സ്റ്റേമൻ. അപ്പൊ അവിടെ എന്ത് കാണത്തില്ല? ഇത് യൂണിസെക്ഷൽ ഫ്ലവറിന്റെ രണ്ട് ഇതാ പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ സ്റ്റേമൻ കാണുന്ന ഫ്ലവറുകൾ. അപ്പൊ അവിടെ എന്തില്ല? പിസ്റ്റിലായ ഫീമെയിൽ പാർട്ടില്ല. അത്തരം ഫ്ലവറുകളെ വിളിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്ലാന്റ്സുകളെ അല്ലെങ്കിൽ അത്തരം ഫ്ലവറുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനേറ്റ്. ദെൻ പിസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്ത് കാണും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റില് കാണും. എന്നാൽ എന്തുണ്ടാകത്തില്ല? സ്റ്റേമൻ ഉണ്ടാകത്തില്ല. അത്തരം ഫ്ലവറുകളെ പിസ്റ്റിലേറ്റ് ഫ്ലവറുകൾ എന്ന് വിളിക്കുന്നു. നമുക്കറിയാം ഒരു ഫ്ലവറിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളാണ് സ്റ്റേമൻ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടനായ സ്റ്റേമൻ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിൽ, ദെൻ സെപ്പൽ, ദെൻ പെറ്റൽ. ഇതാണ് പ്രധാനപ്പെട്ട 4 പാർട്ടുകൾ, 4 വോളുകൾ.
ഒരു ഫ്ലവറിന്റെ 4 പ്രധാനപ്പെട്ട വാളുകളാണ്, 4 പാർട്ടുകളാണ് ഈ പറഞ്ഞത്. ഈ 4 പാർട്ടുകളിൽ ഒരു പാർട്ട് ഒഴിച്ച് ബാക്കി ഒരു പാർട്ട് എന്താണ്, സ്റ്റേമൻ ഒഴിച്ച് ബാക്കി 3 പാർട്ടുകളും ആ ഫ്ലവറിൽ കണ്ടാൽ അതിനെ എത്തരം ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് പിസ്റ്റിലേറ്റ് ഫ്ലവർ. കാരണം അവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്, പക്ഷെ മെയിൽ ഇല്ല. എന്നാൽ ഒരു ഫ്ലവറിൽ പിസ്റ്റിൽ ഒഴിച്ച് ബാക്കി 3 പാർട്ടുകൾ സ്റ്റേമൻ, സെപ്പൽ, പെറ്റൽ, ഇത് 3 മാത്രമുള്ള ഫ്ലവർ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. ബോത്ത് ആർ യൂണിസെക്ഷൽ ഫ്ലവർ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെട്രോതാലിക് എന്നോ അല്ലെങ്കിൽ ഡൈഷ്യസ് എന്നോ വിളിക്കാവുന്ന പ്ലാന്റുകളാണ്. എക്സാമ്പിൾ ആയിട്ട് സ്റ്റാമിനേറ്റ് ഫ്ലവർ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ എക്സാമ്പിൾ പറയാം. സ്റ്റാമിനേറ്റ് ഫ്ലവറിന് എക്സാമ്പിളും നമുക്കറിയാം, പപ്പായ, അതുപോലെ തന്നെ കോക്കനട്ട് ഒക്കെ എന്താണ്, സ്റ്റാമിനേറ്റ് ഫ്ലവറുകൾക്ക് എക്സാമ്പിൾ ആണ്. പിസ്റ്റിലേറ്റ് ഫ്ലവറുകൾക്കും ഈ പറഞ്ഞ തന്നെയാണ് എക്സാമ്പിളുകൾ. Is it clear? Now we are discussing about the cell division during gamete formation or gametogenesis. Gametogenesis-ൽ നടക്കുന്ന സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൽ ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. We already know that the 2 type of cell division, mitosis and meiosis. The same things here we are discussing. So we know that all the heterogametic species produce 2 type of gametes, male gamete and female gamete, that is haploid, half set of chromosomes. So the gametes are haploid, though the parental plant body from which they arise may be either haploid or diploid. ഹാപ്ലോയിഡിൽ നിന്നോ ഡിപ്ലോയിഡിൽ നിന്നോ പ്രൊഡ്യൂസ് ചെയ്തതായിക്കോട്ടെ, അതിന്റെ ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഹാപ്ലോയിഡ് ഓർഗാനിസം, that is N, is it haploid organisms, their plant body or the parent undergoes mitosis. Parental plant body undergoes mitotic cell division to produce what? Haploid gametes. In the case of diploid organisms, the parental plant body undergoes meiosis or meiotic cell division to produce haploid gametes. അപ്പോൾ ഹാപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിലും ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സുകൾ എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. അത് ഏത് സെൽ ഡിവിഷൻ വഴിയായിരിക്കും? ഹാപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ വഴിയും, ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ മിയോട്ടിക് സെൽ ഡിവിഷൻ വഴിയും. മിയോട്ടിക് സെൽ ഡിവിഷന്റെ വേറൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിഡക്ഷൻ ഡിവിഷൻ. ഓക്കെ, ഈ ഒരു സെൽ ഡിവിഷൻ വഴിയായിരിക്കും അവിടെ എന്ത് ഫോം ചെയ്യപ്പെടുന്നത്? ഗ്യാമീറ്റ്സുകൾ ഫോം ചെയ്യപ്പെടുന്നത്. ആ ഗ്യാമീറ്റ്സുകൾ എപ്പോഴും ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. Though the parental plant body from which they arise may be either haploid or diploid. Now we are discussing about the diploid organism. In the case of diploid organism, that particular organisms contain a specialized mother cells or a specialized cells that is called a meiocyte. Or we can call gamete mother cell. ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് മിയോസൈറ്റ് അല്ലെങ്കിൽ ഗാമീറ്റ് മദർ സെൽ. അപ്പൊ മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അപ്പോ നമ്മൾ ഇവിടെ പറയുന്നത് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലെ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെ വിളിക്കുന്ന പേരാണെന്ത്? മിയോസൈറ്റ് അല്ലെങ്കിൽ ഗ്യാമീറ്റ് മദർ സെൽ എന്ന് പറയുന്നത്. ഈ മിയോസൈറ്റ് അല്ലെങ്കിൽ ഗ്യാമീറ്റ് മദർ സെല്ലുകൾ ഏതിൽ ഏർപ്പെടും? മിയോസിസിൽ ഏർപ്പെട്ടുകൊണ്ട് ഹാഫ് സെറ്റ് ക്രോമസോം, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സുകളായിരിക്കും ഫോം ചെയ്യപ്പെടുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ മിയോസിസ് ഈച്ച് ഗ്യാമീറ്റ്സ് കണ്ടെയ്ൻ ഓൺലി 1 സെറ്റ് ഓഫ് ക്രോമസോംസ്. അല്ലെ, ഈ പറയുന്ന മിയോസിസിന്റെ അവസാനം ഉണ്ടാകുന്ന ഗ്യാമീറ്റ്സുകൾക്കെല്ലാം ഹാഫ് സെറ്റ് ക്രോമസോമേ ഉണ്ടാകത്തുള്ളൂ, അതായത് ഹാപ്ലോയിഡ് ക്രോമസോമുകളെ ഉണ്ടാകത്തുള്ളൂ. ഹിയർ വി ആർ ഡിസ്കസിംഗ് ദ ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ്സ് ആൻഡ് ഗ്യാമീറ്റ്സ് ഓഫ് സം ഓർഗാനിസം. ചില ഓർഗാനിസത്തിന്റെ മിയോസൈറ്റ് നമ്പറും അതുപോലെ തന്നെ
ഗ്യാമീറ്റ്സ് നമ്പറും പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ ടേം എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിവിടെ കുറച്ച് എക്സാമ്പിളുകൾ എഴുതാം. ഓർഗാനിസത്തിന്റെ പേരാണ് ആദ്യം എഴുതുന്നത്. വൺ ഓഫ് ദ ഓർഗാനിസം, നമുക്ക് നമ്മുടെ കേസ് തന്നെ എടുക്കാം. ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്? വി നോ ദാറ്റ് ഹ്യൂമൻ ബീയിങ്, ദാറ്റ് ഓർഗാനിസം ഈസ് ഡിപ്ലോയിഡ്. സോ ഇതൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. ഈ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ കാണപ്പെടുന്ന ക്രോമസോമിലെ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെ വിളിക്കുന്ന പേരാണെന്ത്? മിയോസൈറ്റ് എന്ന് പറയുന്നത്. സോ മിയോസൈറ്റ് ഓർ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് chromosomes in this particular organism എത്രയായിരിക്കും? ഹ്യൂമൻ ബീയിങ് ഡിപ്ലോയിഡ് ആണെങ്കിൽ ആ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ക്രോമസോമിന്റെ നമ്പർ എത്രയാണ്? 46. സോ Miocytic number of human being is how much? 46. Miocytes are the specialized cell found in which organism? Diploid organism or diploid organisms. അല്ലെങ്കിൽ നമുക്ക് പറയാം diploid living things. ഓക്കെ, അപ്പൊ മിയോസൈറ്റിക് നമ്പർ 46 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മിയോസൈറ്റിക് നമ്പർ ആയ 46 ഏത് ഡിവിഷനിൽ ഏർപ്പെടും? മിയോട്ടിക് ഡിവിഷനിൽ ഏർപ്പെടും. മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷനിൽ ഏർപ്പെട്ടാൽ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഗ്യാമീറ്റ്സുകളും അതിന്റെ എൻഡിൽ എത്ര ക്രോമസോമുകൾ ഉണ്ടാകും? ഹാഫ് സെറ്റ് ക്രോമസോമുകൾ ഉള്ളതായിരിക്കും. സോ 46 ഈസ് ദ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബീയിങ്, ദാറ്റ് ഈസ് ദ മിയോസൈറ്റിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഗ്യാമീറ്റ്സ് എത്രയായിരിക്കും? ഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണെന്നാണ് പഠിച്ചിരിക്കുന്നത്? ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് നമ്പർ എത്രയായിരിക്കും? നമുക്ക് പറയാം 23. Is it clear? അപ്പോ എന്താണ് മിയോസൈറ്റ്? മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? In diploid organism, the specialized cell that is called myocyte or gamete mother cells. ആ ഗ്യാമീറ്റ് മദർ സെൽ അല്ലെങ്കിൽ മിയോസൈറ്റ് ആയിരിക്കും എന്തിൽ ഏർപ്പെടുന്നത്? ആ ക്രോമസോം ആയിരിക്കും എന്തിൽ ഏർപ്പെടുന്നത്? മിയോട്ടിക് സെൽ ഡിവിഷനിൽ ഏർപ്പെടുകയും at the end of the meiosis that produce the gametes, that gametes are haploid or half set of the chromosome. So one of the example, human being is the organism that contain 46 number of chromosome, or myocytic or diploid number of chromosome is 46. So after the meiotic cell division they produce haploid set of chromosome, that number is 23. Then another one of the example, housefly. The myocytic number of chromosome is 12. So what is the gamete number of housefly? 6. Then another one of the example, rat. 42. So what is the gametic number? 21. Then another one of the example, fruit fly. 8. Myocytic number or diploid number of chromosomes 8. So haploid after meiosis etrana undagum? 4. Like that many examples are there. Another one example, ophioglossum. Ophioglossum ന്റെ ഒരു വൺ ഓഫ് ദ ഫേൺ ആണ്. ഫേൺ കാറ്റഗറി, ടെർഡോഫൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒഫിയോഗ്ലോസം. ഒഫിയോഗ്ലോസത്തിന്റെ പ്രത്യേകത അതിന്റെ മിയോസൈറ്റിക് നമ്പർ 1260 ആണ്. 1260 മിയോസൈറ്റിക് നമ്പർ ആണെങ്കിൽ അതിന്റെ ഹാപ്ലോയിഡ് നമ്പർ എത്രയായിരിക്കും? 630. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ചില എക്സാമുകൾക്ക് ചോദിക്കുന്നത് ഓർഗാനിസം തന്നിട്ട് മിയോസൈറ്റിക് നമ്പറും തരും, നമ്മളോട് എന്തെഴുതാൻ പറയും? ഹാപ്ലോയിഡ് എഴുതാൻ പറയും. ചിലപ്പോ തരുന്നത് ഓർഗാനിസം തന്നിട്ട് ഗ്യാമീറ്റ് നമ്പർ തരും, എന്നിട്ട് എന്തെഴുതാൻ പറയും? മിയോസൈറ്റ് എഴുതാൻ പറയും. ഉദാഹരണത്തിന് ഇതേപോലെ ഒഫിയോഗ്ലോസം തന്നു, ഇവിടെ ഒരു ഫില്ല് ചെയ്യാനായിട്ടിട്ടു, എന്നിട്ട് ഇവിടെ ഗ്യാമീറ്റിക് നമ്പർ തന്നു, എന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറയുകയാണ് മിയോസൈറ്റിക് നമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗാനിസം എത്രയാണ്? 630 ഗ്യാമീറ്റ്സ് ആണെങ്കിൽ മിയോസൈറ്റ് എത്രയായിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും, 2n ആണ്. 630 × 2 എത്ര വരും? 1260 വരും. ഇനി ചില കേസുകളിൽ വരുന്നത്
മിയോസൈറ്റ് നമ്പർ തന്നിട്ട് ഓർഗാനിസത്തിന്റെ പേര് എഴുതാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ 46 തന്നാല് ഓർഗാനിസം ഏതാണ്? ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ കൂടി ഈ ഭാഗത്ത് നിന്ന് വരും. ഒന്നുകൂടി പറയുകയാണ്, ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം എ സ്പെഷ്യലൈസ്ഡ് സെൽ കോൾഡ് മിയോസൈറ്റിക് സെൽ ഓർ മിയോസൈറ്റ് സെൽ ഓർ we can call gamete mother cells. That gamete mother cells or myocyte cells are undergoes meiosis to produce haploid set of chromosomes. Is it clear? Now we are discussing about the gamete transfer. After gametogenesis or after the formation of male and female gamete, they must be physically brought together for fertilization. In majority of the organisms, male gamete is motile and the female gamete is non-motile. Male gamete motile ആയിരിക്കും, female gamete എങ്ങനെയായിരിക്കും? Non-motile ആയിരിക്കും in majority of the organism. But both gametes are motile in some algae and fungus. ചില ആൽഗകളിലും ഫംഗസുകളിലും രണ്ട് ഗാമീറ്റുകളും motile ആയിട്ടും കാണപ്പെടാറുണ്ട്. In lower plants group like algae, pteridophyte, bryophyte, this gamete transfer takes place through water. വാട്ടറിലൂടെ ആയിരിക്കും ലോവർ പ്ലാന്റ്സ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഗകളിലും ടെർഡോഫൈറ്റുകളിലും അതുപോലെ തന്നെ ബ്രയോഫൈറ്റുകളിലൊക്കെ ഇത്തരത്തിൽ ഗാമീറ്റ് ട്രാൻസ്ഫറുകൾ നടക്കുന്നത്. ഡ്യൂറിംഗ് ഗാമീറ്റ് ട്രാൻസ്ഫർ എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമീറ്റീസ് ഫെയിൽ ടു റീച്ച് ദ ഫീമെയിൽ ഗാമീറ്റ്. To compensate the loss of male gamete during the transport, the number of male gametes produced in several thousands times the number of female gamete produced. അതായത് ഗാമീറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമീറ്റ് എവിടെ എത്തിച്ചേരുന്നില്ല? ഫീമെയിൽ ഗാമീറ്റിൽ എത്തിച്ചേരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട്, ആ ട്രാൻസ്പോർട്ട് ആ ഒരു ഫെയിലിയർ ഓവർകം ചെയ്യാനായിട്ട് ഫീമെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും? മെയിൽ ഗാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ലോസ് അവിടെ നികത്തപ്പെടുന്നത്. ഓക്കെ, ഇനി ഗാമീറ്റ് ട്രാൻസ്ഫർ ഇൻ സീഡഡ് പ്ലാന്റ്സ്. സീഡഡ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഗാമീറ്റ് ട്രാൻസ്ഫറുകൾ നടക്കുന്നത്? സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജിംനോസ്പേം അതുപോലെ തന്നെ ആൻജിയോസ്പേം. ജിംനോസ്പേം സീഡഡ് പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ആൻജിയോസ്പേമും സീഡഡ് പ്ലാന്റ്സുകളാണ്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഗാമീറ്റ് ട്രാൻസ്ഫറുകൾ നടക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗാമീറ്റ് ട്രാൻസ്ഫർ ഇൻ സീഡഡ് പ്ലാന്റ്സ്, വി നോ ദാറ്റ് pollen grains are the carrier of male gametes and ovule is the carrier of female gamete. അല്ലെ, pollen grain is the carrier of male gamete and ovule is the carrier of female gamete. pollen grains എവിടെയാണ് ഫോം ചെയ്യപ്പെടുന്നത്? ആന്തറിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ സ്റ്റേമനിലെ രണ്ട് പാർട്ടുകളാണ്. ഒന്നേത്? ആന്തറും അതുപോലെ തന്നെ ഫിലമെന്റും. Anther contain pollen grains. That pollen grains are the carrier of male gamete. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിൽ, അതില് സ്റ്റിഗ്മ, സ്റ്റൈൽ, then ovary. Within the ovary, ovule. So ovule is the carrier of female gametes, that is egg. Pollen grains male gametes ആണ്. pollen grains are the carrier of male gametes and ovule is the carrier of female gametes. ഇനി എങ്ങനെയാണ് ഇവര് ഗാമീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? മെയിൽ സീഡഡ് പ്ലാന്റ്സുകളില് ഈ ഗാമീറ്റ്, അതായത് ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് എവിടെ എത്തിച്ചേരണം? ഓവറി അല്ലെങ്കിൽ ഒവ്യൂളിലുള്ള ഗാമീറ്റ്സുകളിലേക്ക് എത്തിച്ചേരണം. എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ത്രൂ പോളിനേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് pollen grain from anther to stigma of the carpel of a flower. അതായത് പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങോട്ടേക്ക്? സ്റ്റിഗ്മ ഓഫ് ദ കാർപ്പൽ ഓഫ് എ ഫ്ലവർ. അതായത് ആ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. അപ്പൊ ത്രൂ പോളിനേഷൻ വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഗാമീറ്റ് ട്രാൻസ്ഫറുകൾ സീഡഡ് പ്ലാന്റ്സുകളിൽ നടക്കുന്നത്. എന്താണ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദ കാർപ്പൽ ഓഫ് എ ഫ്ലവർ. ദാറ്റ് ഈസ് കോൾഡ് പോളിനേഷൻ. പോളിനേഷന് സഹായിക്കുന്ന ഏജന്റ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിൻഡ്, വാട്ടർ, അങ്ങനെ പലതരം ആനിമൽസ്. ദീസ് ആർ ദ ഏജന്റ്സ് ഓഫ് പോളിനേഷൻ. പോളിനേഷൻ പലതരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ. അപ്പോൾ പോളിനേഷൻ വഴിയാണ് സീഡഡ് പ്ലാന്റ്സുകളിലെ മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റിലേക്ക് എത്തിച്ചേരുന്നത്. മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ ആന്തർ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് പോളിനേഷൻ വഴി എത്തിച്ചേരുന്നു. പോളിനേഷനിൽ വഴി ഇവിടെ സ്റ്റിഗ്മയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻസ് അവിടെ സ്റ്റിഗ്മയിൽ ഗ്രോ ചെയ്തുകൊണ്ട് പോളൻ ട്യൂബിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേരുന്ന ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ നിന്ന് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന, സ്റ്റിഗ്മയിൽ ഗ്രോ ചെയ്തിട്ട് പോളൻ ട്യൂബ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ആ പോളൻ ട്യൂബ്സ് എന്തിനെ ലക്ഷ്യമാക്കി മൂവ് ചെയ്യുന്നു? ഓവ്യൂളിനെ ലക്ഷ്യമാക്കി മൂവ് ചെയ്യുകയും ആ പോളൻ ഗ്രെയിൻസ് ഓവ്യൂളിലേക്ക് പോളൻസിനെ റിലീസ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ഫോർ വാട്ട് പർപ്പസ്? ഫോർ ദ നെക്സ്റ്റ് ഇവന്റ്സ്, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഇവിടെ ഈ പോളൻ ഗ്രെയിൻസും ഓവ്യൂൾസും രണ്ടും എന്താണ്? നോൺ മോട്ടൈൽ ആണ്. നമ്മൾ മറ്റേടത്ത് പറഞ്ഞത് മെയിൽ മോട്ടൈലും ഫീമെയിൽ നോൺ മോട്ടൈലും എന്ന് പറഞ്ഞു. പക്ഷെ സീഡഡ് പ്ലാന്റ്സിന്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? പോളൻ ഗ്രൈൻസും അതുപോലെ തന്നെ ഏതാണ് ഓവ്യൂൾസിൽ വരുന്ന ഫീമെയിൽ ഗ്യാമീറ്റും മെയിൽ ഗ്യാമീറ്റും പോളൻ ഗ്രൈൻസും അതുപോലെ തന്നെ എഗ്ഗും രണ്ടും എന്താണ്? നോൺ മോട്ടൈൽ ആണ്. അപ്പൊ നോൺ മോട്ടൈൽ ആയതുകൊണ്ട് അത് പോളിനേഷൻ പ്രോസസ്സ് വഴിയായിരിക്കും, പോളിനേറ്റിംഗ് ഏജന്റിന്റെ സഹായത്താൽ പോളിനേഷൻ വഴിയായിരിക്കും മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ പോളിനേഷൻ വഴി പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റിഗ്മയിൽ ആ പോളൻ ഗ്രെയിൻസ് ഗ്രോ ചെയ്തുകൊണ്ട് പോളൻ ട്യൂബിനെ പ്രൊട്രൂഡ് ചെയ്യിപ്പിച്ച് എങ്ങോട്ടേക്ക് എത്തുന്നു? ഓവ്യൂളിനെ ലക്ഷ്യമാക്കി ഗ്രോ ചെയ്തുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഓവ്യൂളിലേക്ക് പോളൻസിനെ റിലീസ് ചെയ്യിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് പോളിനേഷൻ. ആസ് എ റിസൾട്ട് ഓഫ് പോളിനേഷൻസ്, male gamete is reached to female gametes. A successful gamete transfer and coming together of gamete is essential for fertilization. That is very important steps of sexual reproduction. It is a very crucial events in sexual reproduction. What is fertilization? Fusion of male and female gamete is called a fertilization or syngamy. As a result of fertilization, a specialized diploid cell is formed, that is zygote. In some organisms, a female gamete is developed to form a new organisms without fertilization, that is called a parthenogenesis. Parthenogenesis. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല് മെയിൽ ഫീമെയിൽ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമി എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില ഓർഗാനിസത്തിൽ അതിലെ ഫീമെയിൽ ഗ്യാമീറ്റ് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറും? പുതിയ ഓർഗാനിസമായി മാറും. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ദ ന്യൂ ഓർഗാനിസം ഈസ് ഡെവലപ്ഡ് ഫ്രം ഫീമെയിൽ ഗ്യാമീറ്റ്, ദാറ്റ് ഈസ് കോൾഡ് പാർത്തനോജെനസിസ്. എക്സാമ്പിൾ: റോട്ടിഫേഴ്സ്, ഹണീബി, ടർക്കി. റോട്ടിഫേഴ്സ്, ഹണീബി, turkey. These are the example for parthenogenesis organism. Rotifers, honeybee, turkey. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ ഓർഗാനിസം ഫോം ചെയ്യുന്നത് വിത്തൗട്ട് ഫെർട്ടിലൈസേഷനിലൂടെയാണ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗ്യാമീറ്റ് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന പുതിയ ഓർഗാനിസമാണ് എന്ത്? പാർത്തനോജെനസിസ് ഓർഗാനിസം. അതിന് എക്സാമ്പിൾ ആണ് റോട്ടിഫേഴ്സ്, ഹണീബി, ടർക്കി. ഇനി ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഒന്നുകിൽ ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡിയിലാകാം അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡിയിലാകാം. Based on this situation, fertilizations are two types: external fertilization and internal fertilization. External fertilization means the fertilization takes place outside the female organism. Female organismത്തിന്റെ പുറത്ത്, that is the water medium. Water is essential for fertilization എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടറിലാണ് ഈ മെയിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നതെങ്കിൽ that is outside the female organism. That is called external fertilization. Example: bony fishes, amphibians, etc. Some algae, etc. Then internal fertilization means that particular fertilization takes place within the female body. Female body ക്ക് അകത്താണ് ഈ പറയുന്ന മെയിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നതെങ്കിൽ that type of fertilization is said to be internal fertilization. Examples: human beings, then some reptiles, birds, etc. ഇതൊക്കെ നമ്മൾ
പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷന് എക്സാമ്പിളുകൾ പഠിച്ചിട്ടുള്ളതാണ്. Now, what are the advantages of external fertilization? External fertilizationന്റെ one of the advantages എന്ന് പറയുന്നത് it shows a great synchrony between sexes. External fertilization നടക്കുന്ന ഓർഗാനിസത്തിന്റെ ഒരു പ്രത്യേകതയാണ് it shows a great synchrony between the sexes. Synchrony means release male and female gametes at the same time. Release large number of male and female gametes at the same time, that is synchrony. So this type of organism shows great synchrony between the sexes. Then another one is one of the advantages of external fertilization. These organisms are produce large number of offsprings. External fertilization നടത്തുന്ന ഓർഗാനിസത്തിന് ഒരുപാട് യങ്വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. These are the advantages of external fertilization. Then the disadvantages of external fertilization. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ തന്നെയുണ്ട്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിക്ക് പുറത്തായതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടത്തെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഓഫ്സ്പ്രിങ്സ് ആർ വൾനറബിൾ ടു പ്രിഡേഷൻ. ഓഫ്സ്പ്രിങ്സ് ആർ വൾനറബിൾ ടു പ്രിഡേഷൻ. പ്രൊഡ്യൂസ് ചെയ്യുന്ന യങ് വൺസുകൾ പ്രിഡേഷന് അല്ലെങ്കിൽ പ്രിഡേറ്റർ കൺസ്യൂം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓഫ്സ്പ്രിങ്സ് ആർ വൾനറബിൾ ടു പ്രിഡേഷൻ. ദെൻ അതോടൊപ്പം തന്നെ ഈ പ്രിഡേഷൻ പ്രോസസ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന യങ് വൺസുകൾ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സുകൾ കൂടുതലും എന്ത് ചെയ്യുന്നില്ല, അതിന്റെ അഡൽട്ട്ഹുഡിലേക്ക് എത്തിച്ചേരുന്നില്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് റീച്ച് ടു അഡൽട്ട്ഹുഡ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന അതിൽ ഉണ്ടാകുന്ന ആ ഓർഗാനിസത്തിൽ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഓർഗാനിസം മാത്രമായിരിക്കും അഡൽട്ട്ഹുഡിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്താണ്? vulnerable to predation, because that particular organisms അല്ലെങ്കിൽ that particular fertilization takes place outside the female body. Is it clear? These are the advantages and disadvantages of external fertilization. Next one is internal fertilization. Next one, internal fertilization. Here, the fertilization or syngamy takes place within the female body of the organisms. Examples: mammals, birds, reptiles, plants like pteridophyte, gymnosperm, angiosperm. In this type of fertilization, the egg is retained in the female body of the organisms. The number of egg produced is very less. Male gamete, that is sperm, that is motile, the large number of sperms are produced. In the case of seeded plants, non-motile male gamete is carried out to female gamete by pollen tube. These are the features of internal fertilization. Now we are discussing about the third events of sexual reproduction, that is post-fertilization. What is post-fertilization? The events of sexual reproductions after the formation of zygote is said to be post-fertilization. The events of sexual reproduction after the formation of zygote is said to be post-fertilization. Here two events are present. One is called a zygote, another one is called embryogenesis. What is zygote? Zygote is a single celled fertilized egg that is always diploid. Zygote ennu parnale oru single cell fertilized egg aanu. Adu eppalum endayirikkum diploid aayirikkum. Okay, this zygote development is either through external medium or internal medium. External fertilization-ലൂടെയോ internal fertilization-ലൂടെ ആയിരിക്കും ഈ zygote ഡെവലപ്പ് ചെയ്യുന്നത്. The formation of zygote development depends upon the life cycle of the organisms and environment it is exposed to. Environmentോ അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ zygote ഡെവലപ്പ് ചെയ്യുന്നത്. പലതരം ലൈഫ് സൈക്കിളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Haplontic life cycle, diplontic life cycle, haplodiplontic life cycle. ഇപ്പോൾ diploid zygote ആകുമ്പോഴത്തേക്കും undergoes mitosis, then haploid ആകുമ്പോൾ undergoes meiosis. ആ രീതിയിൽ അവിടെ ആ പ്രോസസ്സുകൾ സെൽ ഡിവിഷനും മറ്റുള്ള പ്രോസസ്സുകളൊക്കെ നടന്നിട്ട് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? zygote ഡെവലപ്പ് ചെയ്യും. What is the importance of zygote? Zygoteന്റെ ഇമ്പോർട്ടൻസ് എന്താണ്?
സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ ദ ടു സക്സസീവ് ജനറേഷൻ. അടുത്തടുത്തുള്ള ജനറേഷനുകൾക്ക് ഒരു പ്രാധാന്യം എന്ത് കൊടുക്കുന്നുണ്ട്? സൈഗോട്ട് കൊടുക്കുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്താലാണ് നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് that zygote ensure the continuity of the species from generation to generation. ഒരു സ്പീഷീസിന്റെ കണ്ടിന്യൂവേഷൻ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ടും സൈഗോട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവറി ലൈഫ് ഇൻ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ദെയർ ലൈഫ് ഈസ് ബിഗിൻ ഫ്രം സിംഗിൾ സെൽ. എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസത്തിന്റെ ലൈഫ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നാണ്. ദാറ്റ് ഈസ് സൈഗോട്ട്. ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈഗോട്ട്. ഒന്നുകൂടി പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം വരുന്നത് എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു സിംഗിൾ സെൽ ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സൈഗോട്ട് എന്ത് എൻഷുർ ചെയ്യുന്നു? സ്പീഷീസിന്റെ കണ്ടിന്യൂറ്റി ജനറേഷൻ ടു ജനറേഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ദ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ ദ ടു സക്സസീവ് ജനറേഷൻ. ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈഗോട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് embryogenesis. What is embryogenesis? Embryogenesis means formation of embryo from zygote. Next one, embryogenesis, the development of embryo from zygote or the formation of embryo from zygote, that is called embryogenesis. Here the zygote undergoes repeated mitotic cell division and cell differentiation to form a new organisms. Repeated cell division ന്റെ ഭാഗമായിട്ട് number of cells increase ചെയ്യുകയും അത് എംബ്രിയോ ഡെവലപ്മെന്റിന് കാരണമാവുകയും ചെയ്യുന്നു, എംബ്രിയോ ഡെവലപ്മെന്റിന് സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫോം ചെയ്യപ്പെടുന്ന അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് മോഡിഫൈ ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? അണ്ടർഗോ സർട്ടൻ മോഡിഫിക്കേഷൻ ടു ഫോം new tissues, organs and organism. That is called cell differentiation. Cell differentiation എന്ന് പറഞ്ഞാൽ undifferentiated mass of cells of developing embryos undergoes certain modification to form new tissues and organs and finally organism. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും നടക്കുമ്പോഴാണ് അവിടെ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. So based on the development of the zygote, there are two type of animals, oviparous animals and viviparous animals. സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിലൂടെയോ ഇന്റേണൽ ഫെർട്ടിലൈസേഷനിലൂടെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ടൈപ്പ് ആനിമൽസ് ഉണ്ട്, ഒവിപാരസ് ആനിമൽസ് ആൻഡ് വിവിപാരസ് ആനിമൽസ്. ഒവിപാരസ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ് ലേയിങ് ആനിമൽസ് ആണ്. ഹിയർ ദ സൈഗോട്ട് ഈസ് ഡെവലപ്പ് ഔട്ട്സൈഡ് ദ മീഡിയം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മീഡിയത്തിലാണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസംസ്. വിവിപാരസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വിത്തിൻ ദ ഫീമെയിൽ ബോഡിയിലാണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷന്റെ ഭാഗമായിട്ടാണ് വിവിപാരസ് ഫോം ചെയ്യപ്പെടുന്നത്. ഒവിപാരസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ മീഡിയത്തിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു കാൽക്കേരിയസ് കവറിംഗ് ഉണ്ടാകും. ആ കാൽക്കേരിയസ് കവറിങ്ങിന് ദാറ്റ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ ഒരു സേഫ് പ്ലേസിൽ അത് ലേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഇൻക്യുബേഷൻ ദാറ്റ് പർട്ടിക്കുലർ എഗ് ഈസ് ഹാച്ച് ഔട്ട് ടു പ്രൊഡ്യൂസ് ദെയർ യങ് വൺസ്. എക്സാമ്പിൾ ആയിട്ട് റെപ്റ്റൈൽസ്, ബേർഡ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് വിവിപാരസ് ഓർഗാനിസം. വിവിപാരസ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ദ സൈഗോട്ട് ഈസ് ഡെവലപ്പ് വിത്തിൻ ദ ഫീമെയിൽ ബോഡി. ഫീമെയിൽ ബോഡിയിൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതായത് ഇന്റേണൽ ഫെർട്ടിലൈസേഷന്റെ ഭാഗമായിട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുകയും ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പുതിയ ഓർഗാനിസം ഉണ്ടാവുകയും ആ ഓർഗാനിസത്തെ ഫീമെയിൽ പാരന്റൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നു. സോ വി ക്യാൻ കോൾ വിവിപാരസ് ഓർഗാനിസം. അല്ലെങ്കിൽ ഗിവിംഗ് ബർത്ത് ടു യങ് വൺ, ദ ആനിമൽസ് ഗിവ് ബർത്ത് ടു യങ് വൺസ്, ദാറ്റ് ഈസ് കോൾഡ് വിവിപാരസ് ഓർഗാനിസം. ദ ആനിമൽസ് വിച്ച് ലേ ദ എഗ്, ദാറ്റ് ഈസ് കോൾഡ് ഓവിപാരസ് ഓർഗാനിസം. വിവിപാരസ് ഓർഗാനിസത്തിന് എക്സാമ്പിളുകളൊക്കെ നമുക്കറിയാം. ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ്, കാറ്റൽസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വിവിപാരസ് ഓർഗാനിസത്തിന് എക്സാമ്പിൾ. Based on the development of zygote formation, there are two type of animals, oviparous animals and viviparous animals. In oviparous animals, zygote development takes place external medium or outside the female parental body. In the case of oviparous organism, the fertilized egg is covered by hard calcareous shell. ഒരു ഹാർഡ് ആയിട്ടുള്ള കാൽക്കേരിയസ് ഷെല്ല് കൊണ്ട്, അതായത് മേഡപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്, അത്തരത്തിലുള്ള ഒരു ഷെല്ല് കൊണ്ട് ആ ഫെർട്ടിലൈസ് എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാകും. ആഫ്റ്റർ ഇൻക്യുബേഷൻ ടൈം
that particular egg is hatched out to produce their young ones. These type of organisms are called a oviparous organism. Or we can give another definition regarding to the oviparous organism. The animals which lay the eggs are called a oviparous organism. Example, reptiles and birds. Next one, viviparous organism. Here, viviparous animals, their zygote development takes place within the female parental body, or we can call the zygote is developed to form an embryo that developed to form an organism. This process takes place within the female parental body. After developing the organism, that particular organism is delivered out from the parental body, female parental body. That type of organisms are called a viviparous organism. Or we can give another definition regarding to the viviparous organism, the animals which give birth to young ones. Example, most of the mammals including human beings. Now, what are the advantages of viviparous organism? One of the advantages of viviparous organism, it gets more care and protection. Another one, more survival capacity. ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഓർഗാനിസത്തിന് നല്ല കെയറും പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. അത് അതിന്റെ പാരന്റൽ ബോഡി, ഫീമെയിൽ പാരന്റൽ ബോഡിക്ക് അകത്തായിരിക്കുമ്പോഴും പുറത്താവുമ്പോൾ തന്നെയും മാക്സിമം പ്രൊട്ടക്ഷനും കെയറും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സർവൈവൽ കപ്പാസിറ്റിയും ലഭിക്കുന്നുണ്ട്. ഒരു വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, viviparous organism has more survival capacity. What is the reason? എന്തുകൊണ്ടാണ് viviparous organismത്തിന് കൂടുതൽ സർവൈവൽ കപ്പാസിറ്റി ഉള്ളത്? കാരണം ചോദിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ റീസൺ, ഒന്ന് എംബ്രിയോണൽ കെയർ ആണ് അല്ലെ, എംബ്രിയോക്ക് നല്ലൊരു കെയർ കിട്ടുന്നുണ്ട്. മറ്റൊന്ന് എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്, പ്രോപ്പർ പ്രൊട്ടക്ടിങ് ഇൻ ദ എംബ്രിയോയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എംബ്രിയോയെ കെയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് അഡ്വാൻറ്റേജുകൾ നമുക്ക് പറയാം അവിടെ. ഒന്ന് എന്താണ്? പ്രോപ്പർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അനദർ വൺ ഈസ് മോർ സർവൈവൽ കപ്പാസിറ്റി. മോർ സർവൈവൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ റീസൺ എന്താണ് പറയേണ്ടത്? എംബ്രിയോണൽ കെയറും പറയാം, പ്രൊട്ടക്ഷൻ ഇൻ എംബ്രിയോയും പറയാം. എംബ്രിയോയെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്, കെയറും ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ two advantages of viviparous organism. The next one is post-fertilization events in flowering plants. നമുക്കറിയാം, ഫ്ലവർ ആണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ. പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലവർ ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഇൻസൈഡ് ദ ഓവ്യൂളിലാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. മെയിൽ ഗ്യാമീറ്റ്സും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഫീമെയിൽ ഗ്യാമീറ്റിനകത്താണ്. ദാറ്റ് ഈസ് ഓവ്യൂളിനകത്താണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈഗോട്ട് ഡെവലപ്മെന്റിന് ശേഷം നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും ഏതിൽപ്പെടും? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പെടും. അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ ഡെവലപ്പ് ചെയ്യുന്ന സൈഗോട്ടിൽ നിന്ന് എന്ത് ഫോം ചെയ്യപ്പെടും? സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എംബ്രിയോ ആയി മാറുന്നു. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എംബ്രിയോ ആയി മാറുന്നു. ദെൻ അതിലെ ഒവ്യൂള് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സീഡായിട്ട് മാറുന്നു. ഓവറി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫ്രൂട്ടായിട്ട് മാറുന്നു. ഫ്രൂട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഫ്രൂട്ട് ബോൾ ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് പെരികാർപ്പ്. ഒപ്പം തന്നെ അവിടെയുള്ള സെപ്പൽ, പെറ്റൽ, സ്റ്റേമൻ, ദീസ് ഓൾ ആർ ഷെഡ് ഓഫ്. ഈ പറയുന്ന പെറ്റലും സെപ്പലും സ്റ്റേമനും ഒക്കെ അതിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇനി ആഫ്റ്റർ ഡിസ്പേഴ്സൽ ദ സീഡ് ഈസ് ജെർമിനേറ്റഡ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. This is the post-fertilization events takes place in flowering plants. ഒന്നുകൂടി പറയുകയാണ്, post-fertilization events in flowering plants. Here, flowering plants-ൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഒവ്യൂളിലാണ്. വിത്തിൻ ദ ഒവ്യൂളിലാണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട്, ദ സൈഗോട്ട് ഈസ് ഡെവലപ്ഡ് ടു ഫോം ആൻ എംബ്രിയോ. എംബ്രിയോജെനിസിസ് നടക്കും. അതിനുശേഷം ഒവ്യൂള് ഡെവലപ്പ് ചെയ്ത് സീഡ് ആവുകയും ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ആവുകയും ഫ്രൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ഫ്രൂട്ട് വാൾ വരികയും ആ ഫ്രൂട്ട് വാളിനെ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ്. ഒപ്പം തന്നെ സെപ്പൽ, പെറ്റൽ, സ്റ്റേമൻസ് ഇങ്ങനെയുള്ള മറ്റുള്ള വോൾ ലെയേഴ്സുകളൊക്കെ അതിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ആഫ്റ്റർ ഡിസ്പേഴ്സൽ ഓഫ് ദ സീഡ്, ദ particular seed is germinated to produce new plantlets. These are the post-fertilization events takes place in flowering plants. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം.